ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു അസ്ത്രമാണ്. കഞ്ഞിക്ക് പറ്റിയ ഒരു കറിയാണിത്. ഇതിന് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും ചേർത്ത് മത്തങ്ങ, വെള്ളരിക്ക, ചക്കക്കുരു, കായ, ചക്കക്കുരുണ്ടിൽ ക്യാരറ്റ്, ഇങ്ങനെ കുമ്പളങ്ങ, വെള്ളരിക്ക എല്ലാം എടുത്തിട്ടുണ്ട്. പടവലയും ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിത് കുക്കറിനകത്തിട്ട് ഒരു 2 വിസിലടിക്കാം. കുക്കറിലോട്ട് നമുക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വേവില്ലാത്ത പച്ചക്കറിയാണ്, അതുകൊണ്ട് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിന്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 വിസിലടുപ്പിക്കാം. പിന്നെ അരയ്ക്കാം. ഒരു മുറി തേങ്ങ എടുത്ത് കുറച്ച് കൊച്ചുള്ളി, ജീരകം, നല്ല ജീരകം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. 2 പച്ചമുളകും കൂടെ ഇട്ടരയ്ക്കണം. ഇത് പച്ചക്കറിക്കകത്തിട്ട് വേവിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ അരയ്ക്കുകയാണ്. നമ്മുടെ കറിയുടെ വിസിലെല്ലാം പോയി നമുക്ക് തുറക്കാം. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് അരച്ച് വെച്ച് അരപ്പൊഴിച്ച് കൊടുക്കാം. നമുക്ക് അരപ്പൊക്കെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ശകലം കൂടെ വെള്ളം വേണം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം. ഇനിയാണ് നമ്മുടെ കറിയുടെ രുചിയായ ഒരു സാധനം ചേർക്കാൻ പോകുന്നത്. നല്ല രുചിയാണ്. നമ്മുടെ ഈ കറിക്ക് രുചി കൂട്ടുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് ഞാൻ പറയാം. ഒന്നുമല്ല, പുളിവെള്ളം. നമ്മുടെ പുളിവെള്ളത്തിന് പകരം നമുക്ക് 1 സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഈ സമയത്ത് പുളിയില്ലെങ്കിൽ തക്കാളി ആയാലും ചേർക്കാം. തക്കാളി നമ്മളത് പച്ചക്കറി അരിന്ന് വേവിക്കാൻ മുന്നേരം തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം തക്കാളി എൻ്റെ കയ്യില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. കടുക് വറക്കാം. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ ഉള്ളിയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി. നമുക്കിനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇന്ന് ഞങ്ങൾ കഞ്ഞിയും നല്ല ചൂട് അസ്ത്രമാണ്. പപ്പടമുണ്ട്, കടുമാങ്ങയുണ്ട്. അസ്ത്രം നല്ല ചൂട് കഞ്ഞി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.